പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂടിച്ചേരലുകൾ പുതുമയുള്ള കാര്യമല്ല. എന്നാൽ കോഴിക്കോട് കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൗതുകം നിറഞ്ഞതായിരുന്നു. ഇത്തവണത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലെ ലഹരിക്കെതിരെയുള്ള സംഗീതാർച്ചനയാണ് ശ്രദ്ധേയമാകുന്നത്. ഇന്ന് നാട് നേരിടുന്ന പ്രധാന പ്രശ്നത്തിന് നേരെ വിരൽ ചൂണ്ടുന്നതായിരുന്നു കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. രാസലഹരി അല്ല യഥാർത്ഥ ലഹരി, സംഗീതമാണ് ലഹരി എന്ന ആശയം ഉയർത്തിപ്പിടിച്ചായിരുന്നു സ്വരം മെഗാ മ്യൂസിക്കൽ സിംഫണി എന്ന് പേരിട്ട പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത്. 1962 ബാച്ച് മുതൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ വരെ സംഗമത്തിൽ പങ്കെടുത്തു. പുതിയ പിള്ളേര് അവര് പല രാസലഹരി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ അതിനെതിരെ നമ്മൾ രാസലഹരിക്കെതിരെയുള്ള ഒരു സംഗീത കൂട്ടായ്മയാണ്. അവർക്കൊരു ബോധവൽക്കരണം കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചറിലേക്ക് നമ്മളെ കുട്ടികളെ ഉള്ളിലേക്ക് ഈ ഒരു കൂട്ടായ്മ നല്ലൊരു ചിന്ത എത്തിച്ചേരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത് തന്നെ. ഞങ്ങളൊരു ബാച്ചല്ല, ഇവിടെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും. ലഹരിക്കെതിരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയിൽ 200ഓളം പേരാണ് പങ്കെടുത്തത്. 4 മാസം മുൻപാണ് ഇങ്ങനെ ഒരാശയവുമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങിയത്. പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് പാട്ടുകൾ പാടി പരിശീലിച്ചത്. പല ജോലിത്തിരക്കുകൾക്കിടയിലും കിട്ടുന്ന ഒഴിവു സമയങ്ങളിലായിരുന്നു പരിശീലനം. ഏത് തലമുറകളുടെയും മനസ്സിൽ പതിയുന്ന തെരഞ്ഞെടുത്ത 16 പഴയകാല സിനിമാ പാട്ടുകളാണ് സംഗീതാർച്ചനയിൽ ഉൾപ്പെടുത്തിയത്. പാട്ട് അറിയാത്തവരും പാട്ട് അറിയുന്നവരും ഒക്കെ ഒരു 4 മാസം കൊണ്ട് എല്ലാ സൺഡേസിലുമാണ് ഞങ്ങൾ ഒത്തുകൂടുക. പലരും പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, മറ്റു പല ഫീൽഡിലും ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഞായറാഴ്ചകളിൽ ഇവിടെ ഇരുന്നിട്ട് രാവിലെ തൊട്ട് ഉച്ച വരെയായിരുന്നു ആദ്യമൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വരെയാക്കി. ഏതായാലും ഈ ഒരു ആശയം കണ്ടുപിടിച്ച ഞങ്ങളുടെ മാസ്റ്റർക്ക്, അതായത് അനൂപിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ലഹരിക്കെതിരെ സംഗീതാർച്ചന നടത്തി നാടിന്റെ കയ്യടി നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ വരും വർഷങ്ങളിലും പുതുതലമുറകളെ പ്രചോദിപ്പിക്കാൻ വേറിട്ട പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന കാര്യം തീർച്ചയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.